ഒന്നും പറയല്ല, ഭയങ്കര ഗിഫ്റ്റഡ് ആയിട്ടുള്ള സിംഗറാണ്. ആൻഡ് നല്ല നല്ല ട്രെയിൻഡ് ആണ്. അത് കിട്ടുന്നത് ഭയങ്കര ഭാഗ്യമാണ്, ഇതെല്ലാം കൂടി ചേർന്ന് കിട്ടുക എന്ന് പറയുന്നത്. അബ്സല്യൂട്ട്ലി ബ്രില്യന്റ്. ആരാ കൂടെ വന്നിട്ടുള്ളേ? ഉപ്പയും മാമയും. അപ്പൊ ഉപ്പയെ നമുക്ക് ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം അല്ലേ? ചെയ്യാം. ലെറ്റ്സ് വെൽക്കം. ഉപ്പ വരൂ. അതെ, ഇപ്പൊ എനിക്ക് മനസ്സിലായി എവിടെ നിന്നാണ് ട്രെയിനിങ് എന്നുള്ളത്. ഉപ്പ സിംഗർ അല്ലേ? പാടും പാടും പ്രൊഫഷണലി ഗാനമേള തന്നെയാണ്. അതാണ് മൈക്ക് കൺട്രോളും സാധനങ്ങളും ഒക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് മനസ്സിലായി. ഇതല്ലേ സംഭവം? പേരെന്താണ്? മുത്തു. കൈരളി ചാനൽ പാടിയിരുന്നാണ്, വിന്നറാണ്. ഓ വണ്ടർഫുൾ വണ്ടർഫുൾ. റെയ്ഹാന മുത്തുവിലെ മുത്തു ഇതാണ്. അപ്പൊ കലക്കി. വെൽക്കം. എഞ്ചേടാ റെയ്ഹാനെ കാണുമ്പോഴേ ദുബായിലെ ബുർജ് ഖലീഫ 31st ഇങ്ങനെ ഫുൾ LED ലൈറ്റ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നല്ല ഭംഗി. കാരണം ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ഭംഗിയുള്ളതും ഉയരം കൂടിയ ബിൽഡിംഗ് ആണ്. ഇപ്പൊ മിഥുൻ പറഞ്ഞാലും റെഹാനയുടെ ആറ്റിറ്റ്യൂഡ് കൊച്ചു കുട്ടികളുടെ സംസാരം കേട്ടപ്പോ ഞാൻ വിചാരിച്ചു കുക്കുരു കുക്കുറുങ്ങ ആ പാട്ട പാടാൻ പോണെന്ന് വിചാരിച്ചു. എടുത്ത് പാടിയെന്ന് പറഞ്ഞ ബുർജ് ഖലീഫയുടെ ആയിട്ടുള്ള പാട്ട്. സാധാരണ സിംഗേഴ്സ് എടുക്കുന്ന കുറെ പാട്ടുകൾ നമുക്ക് അറിയാലോ, ഇവിടെ വരുമ്പോൾ സ്ഥിരമായിട്ട് പാടുന്ന. പക്ഷെ അതിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ട് ഇതുവരെയായിട്ടും ആരും ഇവിടെ പാടാത്ത പാട്ടുകളാണ് മോള് സെലക്ട് ചെയ്ത് വന്നത്. നമുക്ക് ഭയങ്കര ഫ്രഷ്നെസ് ഫീൽ ചെയ്തു. എനിക്ക് തോന്നുന്നത് ഫാദറിന്റെ ഒക്കെ തന്നെ തീരുമാനമാണ്. കാരണം എങ്ങനെയാണ് ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ആൾക്കാർ ഇങ്ങനെയാണ് ഞെട്ടിക്കേണ്ടതെന്നുള്ളതാണ്. ഇവിടെ വന്നിട്ട് രക്ഷപ്പെട്ടു പോകുക എന്നുള്ളതല്ല, ഞെട്ടിക്കാനാണ് വന്നിരിക്കുന്നത്. പിന്നെ ഏത് ജോണറിലുള്ള പാട്ടും മോൾക്ക് ചേരും എന്നുള്ളതാണ്. വോയിസും മാപ്പിളപ്പാട്ടിന് പറ്റുന്ന വോയിസാണ്, എന്നാൽ ഹിന്ദി പാട്ടിന് പറ്റും, മലയാളം പാട്ടിന് പറ്റും. അങ്ങനെ തമിഴ് പാട്ട് ഗംഭീരമായിട്ട് പാടില്ലേ? തമിഴ് പാട്. അത് തേൻമൊഴി എന്നുള്ള പാട്ടൊക്കെ ആ കറക്റ്റ് ഫീൽ കൊടുത്തിട്ടാണ്. ഉണ്ണിയെ കണ്ടാലറിയാം ഊരിലെ പഞ്ഞം. ഒരു പഞ്ഞോ ഇല്ല എന്നുള്ളതാണോ? അതെ അതെ. ഒരു മോളാണ്? അല്ല, 4 പെൺകുട്ടികളാണ്. ഒരു മൂത്ത ആളാണ് റെയ്ഹാന, രണ്ടാമത്തെ ആൾ അമാന, മൂന്നാമത്തെ ആള് ഷിഫാന, 4ാമത്തെ ആള് ഫാത്തിമ ഫർസാന. നിങ്ങളുടെ ട്രൂപ്പിന്റെ പേരെന്താ? ഞങ്ങളൊരു ഫാമിലി ട്രൂപ്പായിട്ട് പോകണം എന്നാണ്. അപ്പൊ വീട്ടില് എല്ലാരും പാടും? എങ്ങനെ പാടുന്ന ആൾക്കാർ? എല്ലാരും പാടും, മക്കളൊക്കെ പാടും. ഇത് മാത്രല്ല, റെഹാന എത്രയുണ്ട് ഫോളോയിങ് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് പറഞ്ഞേ? 1.5 ലക്ഷം. ഓക്കെ. ഇനിയിപ്പോ ഇന്ന് മുതൽ ഇനി അതിന്റെ ഇരട്ടിയാവും കേട്ടോ. അപ്പൊ എന്തായാലും റെയ്ഹാന ഒരു ബുർജ് ഖലീഫായിട്ട് തന്നെ നിൽക്കട്ടെ. പെട്ടെന്നൊന്നും ആർക്കും അങ്ങനെ തോപ്പിക്കാൻ പറ്റില്ല. അത് അങ്ങനെ തന്നെ ഉണ്ടാവും കുറെ കാലം അല്ലേ? അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ചേട്ടാ റെയ്ഹാന മോള് ഉഗ്രം പെർഫോമർ ആണ് കേട്ടോ. താങ്ക് യു സർ. കാര്യം നമ്മള് ഈ ചില